ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിൻ്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. ആദ്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിലെ ഈ മിഡ് നൈറ്റ് ഗ്രൂപ്പിന് ഒരു നന്ദി പറയുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസം അല്ലെങ്കിൽ മദ്യാസക്തിയുടെ രോഗമെന്ന ആശയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതിൻ്റെ രണ്ടാം ഭാഗത്തിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് ജെല്ലുനിക് കർവിനെ കുറിച്ചാണ്. നമുക്കറിയാം, ജെല്ലുനിക് കർവ് നമ്മളിപ്പോൾ അതൊരു യു ഷേപ്പ് ഉള്ള ഒരു ചാർട്ടാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അത് പറയുന്നത് അഡിക്ഷനെ കുറിച്ചാണ്. അത് ആൽക്കഹോളാകാം, മറ്റെന്ത് തരത്തിലുള്ള അഡിക്ഷനെ കുറിച്ചിട്ടുള്ള വിവിധ തരം. നമ്മളിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ആൽക്കഹോളിസത്തെക്കുറിച്ചാണ് ചിന്തിക്കുക. അപ്പോൾ ഒരാൾ ആൽക്കഹോളിക്കായി മാറുന്ന വിവിധ തരം സ്റ്റേജുകൾ അതെല്ലാവർക്കും ഒരേപോലെ ആകണമെന്നില്ല. ചിലർക്കൊക്കെ ഇപ്പോൾ ജെല്ലിനിക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാം, ചിലർക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിരിക്കാം. പക്ഷേ ജനറലായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ആ യു ഷേപ്പ് ചാർട്ടിൽ ജെല്ലിനിക്ക് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ യു ഷേപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അഡിക്ഷനായിട്ടുള്ള അല്ലെങ്കിൽ ആൽക്കഹോളിക് അഡിക്ഷനെക്കുറിച്ചും, റൈറ്റ് സൈഡിൽ ഈ അഡിക്ഷനിൽ നിന്നുള്ള മോചനത്തിലേക്ക്, റിക്കവറിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ആൽക്കഹോളിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് അതിനു മുമ്പ് ആരാണ് ഈ ജെല്ലിനിക്, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ജെല്ലിനിക് ചാർട്ട് അല്ലെങ്കിൽ ജെല്ലിനിക് കർവ് അവതരിപ്പിച്ചത് എൽവിൻ എം ജെല്ലിനിക് എന്ന് പറയുന്ന 1890 ഓഗസ്റ്റ് 15 ന്യൂയോർക്കിൽ, അമേരിക്കയിലെ ന്യൂയോർക്കിൽ ജനിക്കുകയും 1963 ഒക്ടോബർ 22 അമേരിക്കയിലെ തന്നെ കാലിഫോർണിയയിൽ മരിക്കുകയും ചെയ്ത ഒരു ഫിസിയോളജിസ്റ്റാണ് എൽവിൻ എം ജെല്ലിനിക് എന്ന് പറയുന്ന ഈ അമേരിക്കൻ ഫിസിയോളജിസ്റ്റ്. അമേരിക്കയുടെ തന്നെ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ആൽക്കഹോളിസം അല്ലെങ്കിൽ മദ്യാസക്തിയുടെ ഒരു ശാസ്ത്രീയ പഠനത്തിന് തുടക്കം കുറിച്ചത് ജെല്ലിനിക്കാണ്. ജെല്ലിനിക്ക് അമേരിക്കയിലെ ഒരുപാട് യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിലും ഒക്കെ പഠിച്ചിട്ടുള്ള, മാസ്റ്റേഴ്സ് ഡിഗ്രി നേടിയിട്ടുള്ള ഒരാളാണ്. 1914 യൂണിവേഴ്സിറ്റി ഓഫ് ലൈപ്സിഗിൽ നിന്ന് അദ്ദേഹം മാസ്റ്റേഴ്സ് ഡിഗ്രി വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ബയോമെട്രീഷ്യൻ കൂടിയാണ്. അദ്ദേഹം ഈ ആൽക്കഹോളിസത്തെക്കുറിച്ചുള്ള ഈ ശാസ്ത്രീയ പഠനത്തിൻ്റെ സഹായിക്കുന്ന അനേകം ഓർഗനൈസേഷനിലും ഇൻസ്റ്റിറ്റ്യൂഷനിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 1939 അദ്ദേഹം ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന എഫക്റ്റിനെ കുറിച്ച് പഠിക്കുവാനായിട്ട് തുടങ്ങി. 1941 അദ്ദേഹം യേൽ യൂണിവേഴ്സിറ്റിയിൽ ഫിസിയോളജി പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു. അവിടെ വെച്ച് 1941 മുതൽ 1950 വരെ ഏകദേശം 10 വർഷം ഒരു ആൽക്കഹോൾ സ്റ്റഡി, സ്കൂൾ ഓഫ് ആൽക്കഹോൾ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ആൽക്കഹോളിനെ കുറിച്ച് അല്ലെങ്കിൽ മദ്യത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിങ് തന്നെ യേൽ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തത് ജെല്ലിനിക്കാണ്. അപ്പോൾ ആൽക്കഹോളിസത്തെക്കുറിച്ചുള്ള പഠനത്തിനും അതിൻ്റെ സിംപ്റ്റമറ്റോളജി അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചുള്ള പഠനവും പ്രക്രിയ തുടങ്ങി വെച്ചത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള റിസർച്ചുകൾ തുടങ്ങി വെച്ചത് ജെല്ലിനിക്കാണെന്ന് നമുക്ക് കാണാം. ജെല്ലിനിക്കാണ് ഡിസീസ് തിയറി ഓഫ് ആൽക്കഹോളിസം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അദ്ദേഹം ഇതിനെപ്പറ്റിയെല്ലാം ധാരാളം ആളുകളായിട്ട് തർക്കത്തിലേർപ്പെടുകയും ആൽക്കഹോളിക്സത്തിനെ ഒരു സിക്ക് പീപ്പിളായിട്ട് ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അസുഖബാധിതരെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യണമെന്നൊക്കെ വാദിച്ചതും ജെല്ലിനിക്കാണ്. 1942 ആൽക്കഹോളിനെ കുറിച്ചുള്ള മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും സ്വന്തം കാഴ്ചപ്പാടുകളും ഒക്കെ കൂട്ടിയോജിപ്പിക്കുകയും 1960 ദ ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസം എന്ന ഇത് അവതരിപ്പിക്കുകയും ചെയ്തത് ജെല്ലിനിക്കാണ്. ജെല്ലിനിക്ക് വിശ്വസിച്ചിരുന്നത് ഏതുതരം അഡിക്ഷനായാലും, പ്രത്യേകിച്ച് ആൽക്കഹോളിസത്തെക്കുറിച്ചുള്ള അറിവുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം ആളുകൾ നേടുന്നതിലൂടെ അതിനെതിരെ പൊരുതാനായിട്ട് ആളുകൾക്ക്
ശക്തി ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ജെല്ലിനിക് കർവുകൾ നമ്മുടെ ഗ്രൂപ്പുകളിലെല്ലാം ചർച്ച ചെയ്യാനും പരിചയപ്പെടുത്തുവാനുമായിട്ട് പഴമക്കാരും പുതുമക്കാരും ഒക്കെ ശ്രമിക്കാറ്. ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം ജെല്ലിനിക്കാണ് ഇതിൻ്റെ ആൽക്കഹോളിസത്തിൻ്റെ ഒരു ഡിസീസ് കൺസെപ്റ്റ് കൂടുതലായി ലോകം മുഴുവൻ പ്രചരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ച ഒരാൾ. നമുക്കറിയാം, ആൽക്കഹോളിക്സ് അനോണിമസ് 1939 തങ്ങളുടെ പുസ്തകം ഇറക്കുമ്പോൾ മുതൽ ഇത് ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസത്തെക്കുറിച്ച് അതിനകത്തൊക്കെ വിവരിക്കുന്നുണ്ട്. സിക്ക് പീപ്പിൾ എന്നും ഇൽനെസ് എന്നും ഒക്കെ പറഞ്ഞ് വിവരിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഡോക്ടർ സിൽക്ക്വർത്ത് ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഡോക്ടറുടെ അഭിപ്രായത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ആൽക്കഹോളിസം ഒരു ഡിസീസാണ്, അല്ലെങ്കിൽ മദ്യാസക്തി ഒരു രോഗമാണെന്ന് ആദ്യമായി പ്രവചിച്ചതോ അല്ലെങ്കിൽ ആദ്യമായി ബുക്കുകളിൽ രേഖപ്പെടുത്തിയ ഒരു ഫെലോഷിപ്പ് ഒരു പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസ് ആകാമെങ്കിലും പിന്നീട് പല സ്റ്റഡികളും അമേരിക്കയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഒക്കെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഇതിൻ്റെ ഒരു ഡീപ്പ് സ്റ്റഡിയിലേക്കൊക്കെ നടത്തി പല പ്രബന്ധങ്ങളും അവതരിപ്പിച്ചതിന് ശേഷമാണ് ആൽക്കഹോളിസം ഒരു ഡിസീസാണെന്ന് നമുക്കറിയാം. വൈദ്യശാസ്ത്രവും മാനസിക ശാസ്ത്രവും മേഖലയിലുള്ളവരെല്ലാം അംഗീകരിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് ഏത് രോഗത്തിൻ്റെ നമ്പറുകളെല്ലാം പറഞ്ഞു. അപ്പോൾ ജെല്ലിനിക് ആണ് ഒരു ആൽക്കഹോളിക്കം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ നാളുകൾ സമയം ചെലവഴിക്കുകയും യേൽ യൂണിവേഴ്സിറ്റിയിൽ ഇതിനെപ്പറ്റി ഒരു വിങ് രൂപീകരിക്കുകയും പല ആർട്ടിക്കിൾ ജേണൽ ഓഫ് സ്റ്റഡീസ് ഓൺ ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പുസ്തകങ്ങൾ രചിക്കുകയും 1950 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ജനീവയിൽ വെച്ച് ഈ ആൽക്കഹോളിസത്തെക്കുറിച്ചുള്ള കൺസൾട്ടൻ്റായി അദ്ദേഹം പ്രവർത്തിക്കുകയും അതിൻ്റെ WHO എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ മെൻ്റൽ ഹെൽത്തിൻ്റെ എക്സ്പേർട്ട് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ ഒരു സബ് കമ്മിറ്റിയാണ് ആൽക്കഹോളിസത്തെക്കുറിച്ചുള്ള സബ് കമ്മിറ്റിയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 1946 ജെല്ലിനിക് നടത്തിയ ആദ്യ പഠനത്തിന് ഫണ്ട് ചെയ്തത് മാർട്ടിമനാണ്. മാർട്ടിമനെ നമുക്കറിയാം, ആൽക്കഹോളിക്സ് അനോണിമസിലെ ആദ്യത്തെ വനിതയാണ്. അവരും മറ്റൊരാളും കൂടി ചേർന്നിട്ടാണ് ഇതിനുള്ള ഫണ്ടുകൾ രൂപീകരിച്ചത്. ഈ സ്റ്റഡി നടത്തിയത് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിലുള്ള അംഗങ്ങളിൽ ചിലരെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യനെയർ രൂപത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പഠനമാണ്. ജെല്ലിനിക്ക് ആൽക്കഹോളിസത്തെ പറ്റിയിട്ടുള്ള പഠനത്തിൽ പല രീതിയിൽ ആൽഫ ആൽക്കഹോളിസം, ബെൽറ്റ ആൽക്കഹോളിസം, ഗാമ ആൽക്കഹോളിസം, ഡെൽറ്റ ആൽക്കഹോളിസം, എപ്സിലോൺ ആൽക്കഹോളിസം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള പഠനങ്ങൾ നടത്തുകയും അതിന് പല സ്റ്റേജുകൾ ആൽക്കഹോളിസത്തിൻ്റെ പ്രോബ്ലം ഡ്രിങ്കർ, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ക്രോണിക് ആൽക്കഹോളിക്കായി മാറുന്നത് അല്ലെങ്കിൽ രോഗമായി മാറുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് പഠനങ്ങൾ നടത്തുകയും ഈ വിഡ്രോവൽ സിംറ്റംസിനെക്കുറിച്ചും ലിവറിൻ്റെ സിറോസിസ് ഓഫ് ലിവറിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാൾ തന്നെയാണ് ജെല്ലിനിക്. അപ്പോൾ അദ്ദേഹം നടത്തിയ പഠനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പഠനമാണ്, ക്രോഡീകരിച്ചു നടത്തിയ പഠനത്തിൻ്റെ ഒരു ചാർട്ടാണ് ജെല്ലിനിക് ചാർട്ട് എന്നറിയപ്പെടുന്നത്. ആ ചാർട്ടിലൂടെ അദ്ദേഹം തെളിയിക്കാൻ ശ്രമിക്കുന്നതും ഈ ഡിസീസ് തിയറി ഓഫ് ആൽക്കഹോളിസത്തെക്കുറിച്ചാണ്. മദ്യാസക്തിയുടെ ആ രോഗമെന്ന തിയറിയെക്കുറിച്ചാണ് പറയുക. കാരണം ഈ രോഗം ബ്രെയിനെ ബാധിക്കുന്നതാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ തന്നെ മാറ്റിമറിക്കുമെന്നെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. അതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ കർവ് ഉപയോഗിച്ചിരിക്കുന്നത്.